വെൽക്കം ഗായ്സ്. ഞങ്ങൾ ഇന്ന് വരുന്ന വ്ലോഗ് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാം. അങ്ങോട്ട് പോകുമ്പോൾ കാണാം. തക്കടു 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 ഹായ് പറഞ്ഞു. തക്കടു ഹായ്. നാണം വന്നു. അപ്പം പോയി ഫുഡ് അടിച്ചിട്ട് വരാം. അവിടെ നിന്ന് കാണിക്കാം കേട്ടോ. ഓക്കേ. അപ്പം ഹായ് കൂട്ടുകാരെ, നമുക്ക് കോട്ടയം നിന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. രാത്രിയിൽ ഇങ്ങനെ കോട്ടയം വഴി ഇങ്ങനെ കറങ്ങുന്ന ഒരു കോട്ടയംകാർക്ക് എല്ലാവർക്കും ഒരു വല്ലാത്ത ഫീലാണത്. കോട്ടയത്ത് പഠിക്കുന്നവർക്കും കോട്ടയം ജില്ലയിലുള്ളവർക്കും ഇങ്ങനെ രാത്രിയിലൊരു ട്രിപ്പ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ട്രിപ്പാണ്. അത് ഞാൻ പറയാതെ തന്നെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ ഈ ബേക്കറി ജംഗ്ഷനിൽ പണ്ട് ഷീമാട്ടി റൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫേമസ് സ്ഥലമായിരുന്നു. അത് അത്രയ്ക്കും ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു കോട്ടയം ടൗണിൽ. അതിന്നിങ്ങനെ നഗരസഭയുടെ ഫ്രണ്ടിൽ പാവൽ വളർത്താൻ വേണ്ടി കുറേ കമ്പി കൊണ്ടിട്ടിരിക്കുന്ന പോലെയുണ്ട്. ഇതിപ്പം എന്ത് പറയാനാ, കോട്ടയം ടൗണിൽ എപ്പോഴും ബ്ലോക്കുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം. എപ്പോഴും നല്ല ബ്ലോക്കാണ്. പക്ഷേ ഇതും ഒരുപാട് ഓർമ്മകളും ഒരുപാട് സന്തോഷവും തരുന്ന ഒരു വഴിയാണിത്. ഇതിലെ നമുക്ക് പോകുമ്പോഴത്തേക്കും പഴയ നൊസ്റ്റാൾജികൾ ഒരുപാട് വരും. പിന്നെ ശ്രീകുട്ടിയും കുഞ്ഞും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർ കുറേ നാളായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. തക്കുടു എങ്ങോട്ടാണെന്നറിയില്ല, ടാറ്റ 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 എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കോട്ടയത്ത് ഇവിടെ നല്ല ബ്ലോക്കുള്ള ഏരിയയാണ്. ഇതിലിങ്ങനെ പോകുമ്പോഴത്തേക്കും പഴയ കുറേ ഓർമ്മകളും കാര്യങ്ങളും നമുക്ക് മനസ്സിൽ കയറി വരും. ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത്, ഇത് എൻ്റെ നാടാണ്. ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും പഴയ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഓർമ്മയിൽ വരും. ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അപ്പം ഇങ്ങനെ ബ്ലോക്ക് കിടക്കുന്ന പ്ലാൻ ഷാലിമാറിൽ നിന്നൊരു ബിരിയാണി കഴിക്കണം, അതാണ് അടുത്ത പ്ലാൻ. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. ഒരു തവണ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കഴിച്ചാണ്, അതുകൊണ്ടാണ് പിന്നെയും വന്നത്. അങ്ങനെ ഞങ്ങൾ ഷാലിമാറിൻ്റെ അകത്തേക്ക് കയറി. തക്കുടുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അവർക്കിപ്പം അവിടെയുള്ള എല്ലാം പെറുക്കിയെടുക്കണം. ഇപ്പം ആ ടേബിളിന് വേണ്ട കയറിയിരിക്കണം, അതിനുള്ള പരിശ്രമമാണ്. അപ്പോഴത്തേക്കും ഞങ്ങളൊരു സെൽഫി വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ടാണ് അവളിരിക്കുന്നത്. അവസാനം അതിൻ്റെ മേലെ കയറിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ല വഴക്കായിരുന്നു. അതുകൊണ്ട് ബിരിയാണി വന്ന സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിരിയാണി കഴിച്ച് പകുതിയോളമായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വഴക്ക് തുടങ്ങി. ഞാൻ പിന്നെ തക്കുടിനെ എടുത്തു, അതിൽ നടക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ബിയിലേക്ക് പോവുകയാണ്. ലുലുവിലേക്കാണ് ഈ പോകുന്ന യാത്ര. അടുത്ത സ്റ്റെപ്പാണ് ലുലു. ഇതെന്ന് ഉത്സവപ്പറമ്പ് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് തകർത്ത് ചെയ്യുന്നുണ്ട്. ഇന്ന് നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ അകത്ത് ഇടയുണ്ടോ? നമ്മൾ നെക്സ്റ്റ് ലുലുവിലേക്ക് എത്തിയിരിക്കുകയാണ്. KFCയുടെ ഒക്കെ ഓഫർ ഉണ്ട്. 12 പീസിന് വെറും 499 രൂപ. ഞാൻ തക്കുടിനെ എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി ലുലുവിൻ്റെ അകത്തേക്ക്. ശ്രീകുട്ടിയാണ് ഇപ്പോൾ ക്യാമറാമാൻ. ലുലുവിൽ നല്ല തിരക്കുണ്ട്. ഇത് വിഷു ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ വിഷു ആഘോഷിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. പിന്നെ ഇവിടെ വിഷുക്കണിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടോയ്സ് കാറിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെയുണ്ട്. അത് നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് ചെയ്യുന്നത്. നമുക്ക് ആർക്കാണേലും ശരി ഈ ടോയ്സ് കാണുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ കുഞ്ഞായി മാറും. എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തക്കുടിനെയും കൊണ്ട് പ്ലേ ഏരിയയിലേക്ക് പോയി. അവൾ ഇതെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് കണ്ണ് തള്ളിയിരിക്കുവാണ്.
പിന്നെ അവിടെ ഒരു കുഞ്ഞ് മിടുക്കനാണെങ്കിൽ കാറ് പറപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും നമുക്കും എന്താ പറയുക കയറിയിരുന്ന് ഓടിക്കാൻ തോന്നുന്നു. തക്കടും എൻ്റെ കയ്യിലായതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും നല്ല തിരക്കായിരുന്നു, നല്ല ഓഫറും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.